ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 38. വിശ്വാസ. അവളുടെ മറുപടി കേട്ടതും അവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി നിന്നു. അവന്റെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നത് അവൻ അറിഞ്ഞു. അതേ സന്തോഷത്തോടെ അവൻ അവളെ ഉറ്റുനോക്കി. എന്നെ വിശ്വാസമാണെങ്കിൽ എന്റെ വാക്കുകളും വിശ്വസിക്കാം. ഇച്ചായൻ തന്റെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ. ഇച്ചായന്റെ നെഞ്ചിനകത്ത് തന്റെ ചേച്ചിയമ്മയോട് പ്രണയം മാത്രമേ ഉള്ളൂ എന്ന്. അല്ലാതെ അമ്മച്ചിയുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പക വീട്ടാൻ വേണ്ടി ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിക്കില്ല ഇച്ചായൻ. കുറച്ച് കലിപ്പനാണെന്നേ ഉള്ളൂ. പാവമാണ് ഇച്ചായൻ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ആ പാവം സന്തോഷത്തോടെ ജീവിക്കട്ടെ. തന്റെ ചേച്ചിക്ക് നല്ല പാതിയായി, നിങ്ങൾക്ക് സഹോദരനായി, അമ്മുമോൾക്ക് അച്ഛനായി. ഇച്ചായനുണ്ടാവും ഇനി അങ്ങോട്ട്. ആരെയും പേടിക്കാതെ മരണഭയമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം. ധിയേം ദക്ഷും എന്നല്ല, ഒരാളുടെയും തെറ്റായ ഒരു നോട്ടം പോലും നിങ്ങൾക്ക് നേരെ ഉണ്ടാവാതെ ഇച്ചായൻ നോക്കും. അതിന് ഇച്ചായൻ എന്ത് സഹായം വേണ്ടി വന്നാലും ചെയ്തു കൊടുക്കാൻ ഇച്ചായന്റെ ഒപ്പം ഞാനും കിച്ചുവും ഉണ്ടാവും. ഇച്ചായന്റെ കൂട്ടുകാരായി മാത്രമല്ല, ദേവുവിന്റെ സഹോദരന്മാരായും. കിരൺ പറഞ്ഞതും അനുവിന് ആശ്വാസം തോന്നി. അതേ ആശ്വാസം അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയായി മാറി. ഇപ്പൊ സമാധാനായോ? കിരൺ ചോദിച്ചതും അവൾ ചിരിയോടെ തലയാട്ടി. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അനു പിന്നീട് കിരൺ പറഞ്ഞ കാര്യം കേട്ട് തറഞ്ഞു നിന്നു. അതെ, ദേവുവിന്റെ മാത്രമേ സഹോദരനായി ഞാൻ നിൽക്കൂ കേട്ടോ, തന്റെ അല്ല. കിരൺ പറഞ്ഞതും അനു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. അതെന്താ, എന്നെ അഞ്ജുനെയും ഇഷ്ടമല്ലാത്തോണ്ടാണോ? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവുവിനെ മാത്രമാണോ അവൾ സ്വന്തമായി കാണുന്നത്? അതുകൊണ്ടാണോ അവളുടെ മാത്രം സഹോദരനായിരിക്കും എന്ന് കിരൺ പറഞ്ഞത്? തന്നെയും അഞ്ജുനെയും അമ്മുനെയും അന്യതായാണോ അവൾ കാണുന്നത് എന്നവൾക്ക് തോന്നി. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ അവളോട് കൂടുതൽ അടുത്ത് നിന്നു. അവൻ അടുത്തേക്ക് വന്നതും അവൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. തന്റെ അങ്ങളാവാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, തന്റെ പെങ്ങളായി കാണാനും. അതിനർത്ഥം താൻ എനിക്ക് അന്യാണെന്നല്ല, താൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. പിന്നെ എങ്ങനെയാ കാണുന്നേ എന്ന് ചോദിച്ചാൽ, അത് പറയാൻ സമയമാകുമ്പോൾ ഈ പൂച്ചക്കുട്ടിയോട് ഞാൻ പറയാട്ടോ. ഇപ്പൊ പോയിക്കോ. അവന്റെ വാക്കുകളും കുസൃതി നിറഞ്ഞ നോട്ടവും എല്ലാം അവളിൽ തരിപ്പുണ്ടാക്കി. അവൻ പറഞ്ഞതിന് അർത്ഥം കുറച്ച് മനസ്സിലായതും അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. അവനെ നോക്കാനുള്ള ധൈര്യം പോലും അവൾക്ക് നഷ്ടപ്പെട്ടു. ഒരു നിമിഷം പിന്നെ അവിടെ നിൽക്കാതെ അവൾ റൂമിലേക്ക് ഓടി. അത് കണ്ടതും അവന്റെ ചുടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവളെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് ചെറിയൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാവം പൂച്ചക്കുട്ടി. ചെറിയ കുട്ടി എന്ന് കരുതി മുന്നോട്ടു പോകുമ്പോഴും പലപ്പോഴും മനസ്സും കണ്ണും അവളിലേക്ക് മാത്രമായിരുന്നു. കിച്ചു അവളോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അവളോടുള്ള വികരം എന്താണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നലെ അവളെപ്പറ്റി അറിഞ്ഞപ്പോൾ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടിട്ട് പോലും തങ്ങളുടെ ആരുമല്ലാത്ത ഒരുവളെ സഹായിക്കാനും സ്വന്തം ചേച്ചിയെ കണ്ട് സ്നേഹിക്കാനും കാണിച്ച അവളുടെ മനസ്സറിഞ്ഞപ്പോൾ ഇന്ന് ആ ഒരുവൾക്ക് വേണ്ടി തന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ അവളെ പൂർണ്ണമായി മനസ്സിലാക്കി. ഒപ്പം തനിക്ക് അവളോടുള്ള വികാരവും വിട്ടുകളയില്ല. ഈ പൂച്ചക്കുട്ടി ഇനി കിരണിന് മാത്രം സ്വന്തമായിരിക്കും. അത് പെങ്ങളായല്ല, എന്റെ പെണ്ണായിട്ട്. പക്ഷേ ഇപ്പൊ പറയില്ല, അതവളുടെ പഠിപ്പിനെ ബാധിക്കും. അവളൊരു നിലയിലെത്തട്ടെ, എന്നിട്ട് കൂടെ കൂട്ടും ഈ കിരൺ ആ പൂച്ചക്കുട്ടിയെ എന്നത്തേക്കുമായി. അവൾ പോകുന്നത് നോക്കി നിന്ന് അവൻ സ്വയം മന്ത്രിച്ചു. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും കിച്ചു കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് ശിരസിൽ കയറി ചുമച്ചു തുടങ്ങി. ചുമ ഒന്നടങ്ങി ദേഷ്യത്തോടെ മുന്നിലേക്ക് നോക്കിയവൻ തന്റെ മുന്നിൽ അതിനേക്കാൾ ദേഷ്യത്തിൽ നിൽക്കുന്ന അഞ്ജുവിനെ കണ്ടതും അടങ്ങി. എന്താടി, മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണോ നീ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതേടോ, പേടിപ്പിക്കാൻ തന്നെ ഇറങ്ങിയതാ. താൻ എന്താ വിചാരിച്ചേ? താനും തന്റെ കൂട്ടുകാരനും എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്നോ?
മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്കറിയാം തന്റെ കൂട്ടുകാരൻ എന്തെങ്കിലും സ്വാർത്ഥമായ ലക്ഷ്യം കാണും. അതിനുവേണ്ടിയാ എന്റെ ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ചേച്ചിയുടെ പ്രണയം തോന്നിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അനു വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അമ്മച്ചി പറഞ്ഞ ആഗ്രഹപ്രകാരമാണെങ്കിൽ ഇന്നലെ രാത്രി ഒരു വാക്കെങ്കിലും ചേച്ചിയമ്മ ഞങ്ങളോട് പറയുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ചേച്ചി പോയി വിവാഹം കഴിക്കില്ല. മാത്രമല്ല ചേച്ചിയമ്മയുടെ ലക്ഷ്യം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഒരു വിവാഹം അതിന് ചേച്ചിയമ്മ മനസ്സാലെ സമ്മതിക്കില്ല. പറ, എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ എന്റെ ചേച്ചിയെ കൊണ്ട് കല്യാണത്തിന് നിങ്ങൾ സമ്മതിപ്പിച്ചത്? എന്തിനു വേണ്ടിയാ എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കുന്നേ? എന്ത് തെറ്റാ എന്റെ ചേച്ചി നിങ്ങളോട് ചെയ്തിട്ടുള്ളേ? ആദ്യം അവരെ കള്ളിയാക്കി ജയിലിൽ കയറ്റി. ഇപ്പോ താലി എന്നൊരു കുരുക്കും വിട്ട് അതിന്റെ ജീവിതവും നശിപ്പിക്കുന്നു. ഒന്ന് ഞാൻ പറയാം, തന്റെ കൂട്ടുകാരൻ കാരണം എന്റെ ചേച്ചിയുടെ കണ്ണ് ഇനി നിറഞ്ഞാൽ സത്യമായും അയാളെ ഞാൻ കൊല്ലും. ചേച്ചിക്ക് മുന്നേ ചേച്ചിയുടെ ശത്രുക്കളെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാക്കുമെന്ന് തീരുമാനമെടുത്ത് ജീവിക്കുന്നവളാ ഞാൻ. അത് ചേച്ചിക്ക് വേണ്ടി മാത്രമല്ല, മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് കൂടി വേണ്ടിയാ. അതുകൊണ്ട് 2 എന്നുള്ളത് 3 or 4 ആയാലും എനിക്ക് കിട്ടുന്ന ശിക്ഷയിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സമയം പോലെ കൂട്ടുകാരനൊന്ന് ഉപദേശിച്ചേക്കൂ. അനു കിരണിനെ കണ്ട് അവൻ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ദേഷ്യം വന്ന് ദേവിയോട് സംസാരിക്കാൻ ഇറങ്ങിയതാണ് അഞ്ജു. വഴിയിൽ വെച്ച് കിച്ചുവിനെ കണ്ടപ്പോൾ മനസ്സിലുള്ള ദേഷ്യം മൊത്തം അവനോട് തീർത്തു. എല്ലാം കേട്ട് ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പെണ്ണിന്റെ ഉശിരുള്ള വാക്കുകൾ കേട്ട് അവന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ ചുറ്റിലും കണ്ണോടിച്ചപ്പോൾ തങ്ങളെ ശ്രദ്ധിക്കുന്ന കുറച്ചു പേരുണ്ട് എന്ന് കണ്ടതും അവളോട് ഒന്നും പറയാതെ അവൻ തിരിഞ്ഞു നടന്നു. അവനൊന്നും പറയാതെ തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ താൻ പറഞ്ഞതൊക്കെ സത്യമായതുകൊണ്ടാണ് അങ്ങനെ ഒരു പോക്ക് എന്ന് കരുതി അവൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. നിലത്ത് 2 ചവിട്ടും കൊടുത്ത് അവൾ റൂമിലേക്ക് നടന്നു. ഓരോന്നോർത്ത് നടക്കുന്നതിനിടയിൽ ശക്തമായി ആരോ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ ഒരു റൂമിനകത്ത് ചെന്നു വീണു. ആ റൂമിലെ ഇരുട്ടും അടഞ്ഞ റൂമിനുള്ളിൽ തനിക്കൊപ്പം വേറെ ആരോ ഉണ്ടെന്ന ബോധ്യവും അവളെ പരിഭ്രാന്തിയാക്കി. അവൾ വേഗം എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് വാതിൽ കണ്ടുപിടിച്ചു. കുറ്റിയെടുക്കാൻ നോക്കിയതും കുറ്റിയിൽ പിടുത്തം ഇട്ടിരിക്കുന്ന തന്റെ കൈക്കു മുകളിൽ മറ്റൊരു കൈ പൊതിയുന്നത് അവൾ അറിഞ്ഞു. ഭയത്താൽ അവളുടെ ശരീരം വിറച്ചു. മുഖം മുഴുവൻ വിയർപ്പിനാൽ കുതിർന്നു. തൊണ്ട വറ്റി വരണ്ടു. വിട് എന്നെ, ആരാ, എന്തിനെന്നെ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ പതിഞ്ഞുപോയി. നീയാണോ 3 ആളെ കൊല്ലാൻ ഒരു പേടിയുമില്ലെന്ന് പറഞ്ഞവൾ? ഇരുട്ട് കണ്ടപ്പോഴേക്കും നിന്റെ ധൈര്യവും ഉശിരും ചോർന്നു പോയോ? തന്റെ കാതരികിൽ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള അവന്റെ ശബ്ദം കേട്ടതും അവൾക്ക് ആളെ മനസ്സിലായി. ഇത്രയും നേരം തന്നെ വലിഞ്ഞു മുറുക്കിയിരുന്ന ഭയം തന്നെ വിട്ടുമാറുന്നത് അവൾ അറിഞ്ഞു. അതോടൊപ്പം ആ മുറിയിൽ പ്രകാശം പരന്നു. തന്നെ നോക്കി കളിയാക്കി ചിരിയോടെ നിൽക്കുന്നവനെ കാണുകെ പെട്ടെന്ന് തന്നെ പേടിപ്പിച്ചതിൽ അവൾക്ക് അവനോട് ദേഷ്യം തോന്നി. അവന് നേരെ അവൾ തിരിഞ്ഞതും അവൻ അവളെ ശക്തമായി വാതിലിലേക്ക് ചേർത്തു നിർത്തി. അവളുടെ 2 കൈയും തന്റെ ഒരു കൈകൊണ്ട് ലോക്ക് ചെയ്തു. മറു കൈകൊണ്ട് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവന്റെ ആ പ്രവൃത്തിയിൽ അഞ്ജുവിന്റെ ദേഹം തളർന്നു. തന്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് കടന്നു പോകുന്ന പോലെ നെഞ്ചിരിപ്പ് ഉയർന്ന് പുറത്തേക്ക് കേൾക്കുന്ന അവസ്ഥ. വയറിൽ അവന്റെ കൈ പതിഞ്ഞിടം ചുട്ടുപൊള്ളുന്നു. എന്നാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വികാരം ആകെ മൊത്തം തോന്നുന്നു. അവനെ തള്ളി മാറ്റാൻ ബുദ്ധി ഉപദേശിക്കുന്നു. എന്നാൽ ഹൃദയം അത് കേൾക്കാത്ത പോലെ. ഒരു നിമിഷം പകച്ചു നിന്നവൾ അടുത്ത നിമിഷം ദേഷ്യത്തോടെ അവന്റെ കയ്യിൽ കിടന്നു കുതറി. വിടടോ, ആരുമില്ലാത്തിടത്ത് പെണ്ണിനോട് ബലം കാണിക്കുന്നതല്ല, ആണത്തമല്ല. വിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചു കൂവി ആളെ കൂട്ടും. അവൾ പറഞ്ഞതും അവളിലുള്ള അവന്റെ പിടിമുറുകി. നിന്റെ അടുത്ത് ആണത്തം കാണിക്കാൻ വന്നതല്ല ഞാൻ. അത് കാണിക്കേണ്ട സമയത്ത് കാണിക്കേണ്ട രീതിയിൽ ഞാൻ കാണിച്ചോളാം. കേട്ടോടെ ഇടക്കേ കുരുവി. പിന്നെ ഇപ്പൊ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിന്റെ സ്വഭാവത്തിന് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഉള്ള മനസ്സ് കാണിക്കാതെ തിരിച്ചു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അത് തടയാൻ വേണ്ടിയാ. ഇനി ഇവിടെ വന്നത് നേരത്തെ നീ അവിടെ കിടന്ന് തുള്ളിയതിനുള്ള മറുപടി തരാൻ വേണ്ടിയാ.
നിനക്ക് നിന്റെ ചേച്ചി എത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ അത്രയ്ക്ക് തന്നെ എനിക്ക് എന്റെ ഡേവിയും ഇമ്പോർട്ടന്റ് ആണ്. അവനെ നീ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു നിന്നത് അവന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിൽ തെറ്റുണ്ടായത് കൊണ്ട് തന്നെയാണ്. ഇനി അവൻ അവളെ കല്യാണം കഴിച്ചത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അത് വെച്ച് തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ മാത്രം തരം താണവനല്ല എന്റെ ഡേവി. മാത്രവുമല്ല അവൻ ഒരു പോലീസ് ഓഫീസറാണ്. നീ പറഞ്ഞത് ശരിയാ. ഒരു ദിവസം കൊണ്ട് പ്രണയം പൊട്ടിമുളച്ചത് കൊണ്ടല്ല ആ കല്യാണം നടന്നത്. പ്രണയമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമല്ല കാരണം. ആ കാരണം ദേവുവിന്റെ നന്മ മാത്രമാണ്. അത്രമാത്രം ഇപ്പം മോള് അറിഞ്ഞാൽ മതി. കൂടുതൽ അറിയാനുള്ള പ്രായമാകുമ്പോൾ ചേട്ടൻ പറഞ്ഞു തരാൻ കേട്ടോ. പിന്നെ നീ കുറച്ചു മുന്നേ പറയുന്നത് കേട്ടല്ലോ, ആരെയൊക്കെയോ കൊല്ലുമെന്ന്. മോളിപ്പോ +2 കഴിഞ്ഞല്ലേ ഉള്ളൂ. ആദ്യം പഠിച്ച് ഒരു നിലയിലെത്ത്. അതിനിടയിൽ മറ്റു ചിന്തകളൊന്നും വേണ്ട. അവർക്കധികം ആയുസ് ഇനിയില്ല. പക്ഷേ അവിടെ ജീവൻ എടുക്കുന്നത് നീയോ നിന്റെ ചേച്ചിയോ ആവില്ല. അതൊക്കെ അങ്ങ് നടന്നോളും. കേട്ടല്ലോ. ഇനി മേലാൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഈ മനസ്സിൽ വേണ്ട. ഞാൻ പറഞ്ഞതനുസരിച്ച് മര്യാദയ്ക്ക് പോയി ഇരുന്ന് പഠിക്കടി. അവളോട് അത്രയും പറഞ്ഞ് അവളെ വിട്ടവൻ അവളിൽ നിന്നും അകന്നു മാറി അവളെ നോക്കി. തന്നെ കൊല്ലാൻ പാകത്തിന് നോക്കി നിൽക്കുന്നവളെ കണ്ടതും അവന് ചിരിയാണ് വന്നത്. എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നേ? അവൻ ചോദിച്ചതും അവൾ അവനടുത്തേക്ക് നടന്നു വന്നു നിന്നു. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയാൻ താനാരാ? ഞാൻ എനിക്ക് തോന്നിയാ പഠിക്കും. ചിലപ്പോ പഠിക്കില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നവരെ കൊല്ലുകയും ചെയ്യും. അതൊക്കെ അന്വേഷിക്കാൻ താനാരാ? ഇനി മേലാൽ എന്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ വന്നേക്കരുത്. അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞ് തിരിഞ്ഞവളെ ഞൊടിയിടയിൽ അവൻ പിടിച്ച് ചുവരോട് ചേർത്തു നിർത്തി. അറിയണോ നിനക്ക്? അന്വേഷിക്കാൻ ഞാൻ ആരാണെന്ന് അറിയണോന്ന്? അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി. എനിക്കൊരു തേങ്ങ അറിയണ്ട. താൻ എന്റെ കാര്യത്തിൽ ഇടപെടാനും വരണ്ട. പിന്നെ ഇനി എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ. അവൾ വീണ്ടും അവന് നേരെ വിരൽ ചൂണ്ടിയതും അവനും ദേഷ്യം വന്നു. തനിക്ക് നേരെ ചൂണ്ടിയ വിരലിൽ പിടിച്ചവൻ ശക്തമായി വലിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ വന്നു വീണു. അവൻ അവളെ 2 കൈകൊണ്ടും വരിഞ്ഞു മുറുക്കി. അവൾ എന്തെങ്കിലും പറയും മുന്നേ അവളുടെ അതരങ്ങൾ അവൻ സ്വന്തമാക്കി. ഒരു നിമിഷം നടന്നത് മനസ്സിലാവാതെ അഞ്ജു തരിച്ചു നിന്നു. ഇപ്പോഴും തന്റെ ചുണ്ടുകൾ പൊതിഞ്ഞിരിക്കുന്ന നിശ്വാസമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ശക്തമായി കുതറി മാറാൻ അവൾ ശ്രമിച്ചതും അവളിലുള്ള അവന്റെ പിടിമുറുകി. ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു അന്യപുരുഷന്റെ ബലത്തിനു മുന്നിൽ തോറ്റു നിൽക്കേണ്ടി വരുന്നു എന്ന് തോന്നിയതും അവളുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞൊഴുകി.